എനിക്ക് ഒരു പെൺകുട്ടിയുടെ നേരെ ആ നെറികെട്ടവൻ കാണിക്കുന്ന പ്രവൃത്തി കണ്ടപ്പോൾ സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടും ധാരാളം പേർ ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടുമാണ് സംസാരിക്കുന്നത്. അവിടെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെ പോയി ശല്യം ചെയ്യാൻ നെവിനല്ല, നെവിന്റെ തന്തയായാലും അടിച്ചവന്റെ ചെവിക്കല്ല് പറിക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പൊന്നായില്ലോട്ടെ, നിങ്ങൾ നമുക്ക് പെരുത്തിഷ്ടമാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ വയ്യ. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ബിഗ് ബോസ് കയറി കളിച്ച് വന്ന് വിജയിച്ച ആളല്ലേ. നിങ്ങൾ അവിടെ കാണിച്ച കാട്ടായ്മകളൊക്കെ നമ്മൾ കണ്ടതാണ്. നിങ്ങൾ ശോഭയുടെ സാരിത്വം പിടിച്ച് നടന്നതും നമ്മൾ കണ്ടതാണ്. ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാളെ വിമർശിച്ചോ, ആൾക്കെതിരെ പറഞ്ഞോ, പക്ഷെ അയാൾ വീട്ടുകാരെ പറയുന്നതൊക്കെ വളരെ ബോറാണ്. അഖിലേട്ടൻ നല്ല തൻ്റെ ഇടം ഉണ്ട്, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം എന്ന് വിചാരിച്ച് ഈ വായ്ത്തുവന്ന് വിളിച്ചു പറയുമ്പോൾ സൂക്ഷിക്കേണ്ട അഖിലേട്ട. നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് പറയാണ്. പിന്നെ അവിടെ കിടന്ന് കാണിച്ചത് ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസിന്റെ റൂൾ ബുക്കിൽ എഴുതിയിട്ടുണ്ടോ പെണ്ണുങ്ങളെ മേത്ത് വെള്ളം ഒഴിക്കാൻ പാടില്ല, ബെഡിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല എന്ന്? അഖിലേട്ടൻ അത് മാത്രമേ കണ്ടുള്ളൂ. ഇവളുമാര് രാത്രി ഉറങ്ങി കിടക്കുന്ന അക്ബറിന്റെ മേത്തും അനീഷേട്ടന്റെ മേത്തും ക്രീമും അതൊക്കെ പെരട്ടി നടന്നതും അതൊന്നും അഖിലേട്ടൻ കണ്ടില്ലേ? അപ്പോൾ ആണുങ്ങൾ എന്തും ചെയ്യാം, പെണ്ണുങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണോ? അവിടെ സ്ത്രീ കാർഡ്, ജെൻഡർ കാർഡ്, അതിന് സപ്പോർട്ട് ചെയ്യണോ അഖിലേട്ടൻ? അവളുമാര് അവിടെയുള്ള ആണുങ്ങളെ മേത്ത് ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം രീതിയിൽ ആരോപണങ്ങൾ, എന്തൊക്കെ വൃത്തികേടുകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ഈ 2 ദിവസം മുന്നേ, ഇന്നലെ മഞ്ഞാന്നാറ്റോ ആര്യനെതിരെ നൂറൊരു എലിഗേഷൻ പറഞ്ഞല്ലോ. ആര്യന്റെ പൊക്കിളോ നാവലോ നോക്കിയെന്ന്. ആ ആദിലെയും നൂറയും കാറിലിരുന്നിട്ട് ആര്യന്റെ തോള് കൈയിട്ട് ഒട്ടിയിരിക്കണത് അഖിലേട്ടൻ കണ്ടോ? അപ്പൊ ഇവളുമാര് പറയുന്നതൊക്കെ കേട്ടും കണ്ടും നിങ്ങൾക്ക് അവിടെ നിൽക്കാം. പക്ഷേ അവന്മാര് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഇവിടുന്ന് ഈ കുരുപൊട്ടുന്നത്. നിവിനെ കുറിച്ച് പല ആരോപണങ്ങളും അഖിലേട്ടൻ പറഞ്ഞല്ലോ. നിവിൻ മറ്റവനാണ്, കട്ട് തന്നു. എന്റെ അഖിലേട്ടൻ, നിങ്ങൾ വിചാരിക്കണ പോലെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ രീതിയിൽ അവിടെ ആർക്കെങ്കിലും ഗെയിം കളിക്കാൻ പറ്റുമോ? എന്റെ അഖിലേട്ട, അവരവരുടെ രീതിയിലുള്ള ഗെയിം കളിക്കാം. എപ്പോഴും ഒരേ പാറ്റേണിൽ പോകാനാണോ? നിവിൻ ഡിഫറെന്റ് ക്യാരക്ടർ, അത് കാണുന്ന പ്രേക്ഷകരായ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ പൊന്ന അഖിലേട്ട, ടോപ്പ് 10 ഇപ്പൊ നിവിൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവന്റെ കഴിവ് കൊണ്ടും അവന്റെ ക്വാളിറ്റി കൊണ്ടും അവന്റെ എന്റർടൈൻമെന്റ് കൊണ്ടും കാരണം തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ അവനെ പറഞ്ഞോ, അവനെ കുറ്റപ്പെടുത്തിക്കോ. അവന്റെ വീട്ടുകാരെ പറയാനുള്ള ഒരു അധികാരം അഖിലേട്ടനില്ല. അത് ഭയങ്കര മോശമായി പോയി, ചെറ്റത്തര കാണിച്ച അഖിലേട്ട. ഓക്കെ, ചെറ്റത്തരാണോ?